നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ സെൽഫ് കോൺഫിഡൻസ് എന്നാൽ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ മുന്നേറാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് പണമല്ല, ശാരീരിക ശക്തിയല്ല, മറ്റുള്ളവരുടെ പിന്തുണയോ പ്രശംസയോ അതുമല്ല. അത് നമ്മുടെ ഉള്ളിലുള്ള സെൽഫ് കോൺഫിഡൻസ് ആണ്. സ്വയം വിശ്വസിക്കാൻ ഉള്ള അവകാശം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തമായ ശക്തിയിൽ വിശ്വസിക്കാം. സത്യത്തിൽ അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതാണ് പരാജയങ്ങൾക്കപ്പുറം വിജയം കാണാൻ നമ്മുടെ കണ്ണുകളിൽ വെളിച്ചം പകരുന്നത്. അതാണ് നമുക്ക് നമ്മളിൽ തന്നെ ഒരു നായകനെ കാണാൻ കഴിയുന്നതും പ്രേരിപ്പിക്കുന്നതും. സെൽഫ് കോൺഫിഡൻസ് എന്താണ്? സെൽഫ് കോൺഫിഡൻസ് എന്നാൽ സ്വന്തം കഴിവുകളിലേക്കുള്ള ഉറച്ച വിശ്വാസമാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യം, വിഫലതകളെ നേരിടാനും വിജയം തേടാനുമുള്ള ആത്മവിശ്വാസം. സെൽഫ് കോൺഫിഡൻസ് കുറവുള്ളവരുടെ ചില സ്വഭാവങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പ്രധാനമായും നീരസതയും നിരാശയും താളം വിട്ടുപോകുന്ന ആശയവിനിമയവും ആണ് എന്ന് പറയാം. എല്ലായിടത്തും ഭയത്തോടെയോ സംശയത്തോടെയോ ഉള്ള സമീപനം അവർക്കുണ്ടാകുന്നു. അവഗണനയിലൂടെയും കനലുകളിലൂടെയും അവരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നു. എങ്ങനെ ഈ ആത്മവിശ്വാസം വളർത്താം? അത് നമുക്കൊന്ന് നോക്കാം. ഓരോ ചെറിയ വിജയങ്ങളും ആഘോഷിക്കുവാൻ ശ്രമിക്കുക. പോസിറ്റീവ് വാക്കുകൾ സ്ഥിരം ഉപയോഗിക്കുക. ഇന്ന് ഞാൻ ഉയരങ്ങൾ തേടാനാണ് പോകുന്നത് എന്ന് രാവിലെ എഴുന്നേറ്റാൽ തന്നെ മനസ്സിനോട് പറയുക. ജീവിതത്തിൽ പരാജയങ്ങൾ നമ്മെ പഠിപ്പിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരോട് നമ്മെ ഒരിക്കലും തുലനം ചെയ്യരുത്. എപ്പോഴും ഞാനാണല്ലോ എന്ന് ചിന്തിക്കുക. സെൽഫ് കോൺഫിഡൻസിനുള്ള ആളിൻ്റെ ചില ഗുണങ്ങൾ എന്തൊക്കെയാണ്? മറ്റുള്ളവരോട് സംസാരിക്കുവാനും മുന്നോട്ട് പോകുവാനുമുള്ള ധൈര്യം അയാളിൽ ഉണ്ടാകുന്നു. ആലോചിക്കുകയും തീരുമാനങ്ങൾ സ്വയം എടുക്കുകയും ചെയ്യുന്ന പ്രകൃതം ആയിരിക്കും അയാൾക്കുള്ളത്. പിന്നോട്ട് പോകാതെ തുടർന്നും മുന്നോട്ട് പോകാനുള്ള ആഗ്രഹവും പ്രേരണയും അയാളിൽ ഉണ്ടാകുന്നു. സ്വയം വിശ്വാസമുള്ള ആളുകൾക്ക് നല്ല ആകർഷണവും ഉണ്ടാകാറുണ്ട്. വിജയത്തിലേക്കും പരാജയത്തിലേക്കും തുല്യ വീക്ഷണത്തോടെ അയാൾക്ക് സമീപിക്കുവാൻ കഴിയുന്നു. സെൽഫ് കോൺഫിഡൻസ് വളർത്താൻ നാം എന്താണ് ചെയ്യേണ്ടത്? സ്വയം പ്രശംസിക്കൂ. സ്വന്തം നേട്ടങ്ങളെ അംഗീകരിക്കൂ. ലക്ഷ്യങ്ങൾ വെക്കൂ. ചെറുതായി ആരംഭിക്കുക. വിജയങ്ങളെ സ്നേഹിക്കുക. പഠിക്കാൻ ശ്രമിക്കുക. അറിവ് ആത്മവിശ്വാസം കൂട്ടുന്നു. പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കൂ. പരാജയത്തെ ജീവിതത്തിലെ പാഠപുസ്തകമാക്കൂ. ധ്യാനവും ആത്മപരിശോധനയും മനസ്സിനെ ശാന്തമാക്കി ഊർജം നിറയ്ക്കുന്നു. ഒരു കാലത്തൊരു ചെറിയ വിദ്യാർത്ഥി അവൻ്റെ ക്ലാസ്സിൽ അത്ര ശ്രേഷ്ഠനല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. എല്ലാവരും അവനെ നോക്കി പറഞ്ഞിരുന്നു, ഇവനെക്കൊണ്ടൊന്നും സാധിക്കുകയില്ല, ഇവനെക്കൊണ്ടൊന്നിനും കൊള്ളുകയുമില്ല. പക്ഷേ അവൻ അതൊന്നും മനസ്സിൽ വെക്കില്ലായിരുന്നു. ദിവസവും അവൻ രാവിലെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് സ്വയം പറയും, ഇല്ല, ഞാൻ മിടുക്കനാണ്, എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ക്ലാസ്സിൽ പതിയെ മിടുക്കനാകാൻ തുടങ്ങി. ഒടുവിൽ എല്ലാവരും അവനെ ഉറ്റുനോക്കുവാനും തുടങ്ങി. ഏറ്റവും കൂടുതൽ മാർക്ക് നേടുകയും പ്രസംഗത്തിലും മറ്റും 1-ാം സ്ഥാനം നേടിയതുമൊക്കെ അവനായിരുന്നു. പിന്നീട് ആ കുട്ടി ഡോക്ടർ APJ അബ്ദുൽ കലാമായി ഇന്ത്യയുടെ പ്രസിഡൻ്റായി മാറി. ഇത് ഓരോരുത്തർക്കും പ്രചോദനമായി മാറട്ടെ. നമുക്ക് മുന്നിൽ വലിയ പാതകളുണ്ട്. നമുക്കത് നേടാൻ കഴിയും. നമുക്കതിലേക്കുള്ള എല്ലാ കഴിവും ഉണ്ടെന്നതിൽ വിശ്വസിക്കുക. പലപ്പോഴും ലോകം പറയുന്നത് കേൾക്കണ്ട. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം സ്വയം കേൾക്കൂ. അത് നിങ്ങളോട് എന്തു പറയുന്നു എന്ന് മാത്രം നോക്കുക. നിനക്ക് കഴിയും എന്നുള്ള ആ ഉൾവിളി മാത്രം ശ്രദ്ധിക്കുക. ആ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കട്ടെ. നിനക്ക് കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന നിമിഷം നീ നിൻ്റെ പാതയിൽ തോറ്റുപോയിരിക്കുന്നു എന്ന് കരുതുക. അതുകൊണ്ട് വിശ്വസിക്കൂ, നീ കഴിവുള്ളവളാണ്, കഴിവുള്ളവനുമാണ്. ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളെയും ഒക്കെ കാണാൻ ഇടവന്നിട്ടുണ്ട്. ജീവിതത്തിൽ പരിശ്രമം കൊണ്ടും വേണ്ടപ്പെട്ടവരുടെ സ്നേഹോഷ്മളമായ ഉപദേശം കൊണ്ടും അവർ വിജയിച്ചതായും കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.